ഹായ് ഓൾ. ICT ഫോർ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ കുറച്ച് പാർട്സാണിത്. അപ്പം അതിൽ നമുക്ക് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ടൂൾസ് ഏതൊക്കെയാണ്, അതുപോലെ ക്ലാസ് റൂം ഓർഗനൈസേഷൻ ഫോർ ICT ഇൻഫ്യൂസ്ഡ് ലെസൺസ് എങ്ങനെ ചെയ്യാൻ പറ്റും, ദെൻ വാട്ട് ആർ ദ roles of ICT in educational administration and management, then ICT for time management and instructional planning, then school management information system, പിന്നെ സോഫ്റ്റ്വെയർ ഫോർ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ടൂൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം അവിടെ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റ വരുന്നുണ്ട്, ദെൻ ഓർഗനൈസേഷൻ ഓഫ് ദിസ് കളക്റ്റഡ് ഡേറ്റ, ദെൻ സ്റ്റോറേജ് ഓഫ് ദിസ് ഡേറ്റ വരുന്നുണ്ട്, അതുപോലെ ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഈ പ്രോസസ്സുകളെല്ലാം കൂടി ചേർന്നതാണ് ആ ഒരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ ഉണ്ടാകുന്നത്. അപ്പം അതിൽ നമുക്കിപ്പം ഈ ICT യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ മോഡേൺ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിന് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കവർ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഞാൻ പറഞ്ഞു സിസ്റ്റമാറ്റിക് കളക്ഷൻ, ഓർഗനൈസേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഡേറ്റ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സുകളിലൂടെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് കളക്ഷൻ ഓഫ് ഡേറ്റ ആണെങ്കിലും ഓർഗനൈസേഷൻ ഓഫ് ദ ഡേറ്റ ആണെങ്കിലും സ്റ്റോറേജ് ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഡേറ്റ ആണെങ്കിലും നടക്കുന്നത് എന്നുള്ള ആ പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്നത്. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ആ ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതിൽ നീഡ്സ് അസസ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ സോഴ്സസ് ഐഡൻറ്റിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നീഡ്സ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പം ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് വേണ്ടത് എന്നുള്ളൊരു നീഡ്സ് അസസ്മെൻറ്റ് വരും. പിന്നെ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമുക്ക് ഈ ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇപ്പം ഇൻറ്റേർണൽ ഡേറ്റാ ബേസിസിൽ നിന്നാണോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വെബ്സൈറ്റുകളിൽ നിന്നാണോ, റിപ്പോർട്ടുകളിൽ നിന്നാണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് വേറെയുള്ള റിസോഴ്സസിൽ നിന്നാണോ എന്നൊക്കെ ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് സോഴ്സസ് ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് കളക്ഷൻ. ഇപ്പം കളക്ഷൻ എന്ന് പറയുമ്പം ഡേറ്റ ഗ്യാതറിങ് അതിനോട് വരുന്നുണ്ട്. അപ്പം ഡേറ്റ ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഓൺലൈൻ സർവേ, ഗൂഗിൾ ഫോം പോലെയുള്ള ഫോമുകൾ, ഇൻ്റർവ്യൂസ്, വെബ് സ്ക്രൈപ്പിംഗ്, അങ്ങനെയുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഗ്യാതർ ചെയ്യുന്ന ഇൻഫർമേഷന് അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ അവിടെ വരുന്നുണ്ട്. അതായത് നമുക്കിപ്പം വേരിയസ് സോഴ്സസിൽ നിന്നും ആ കിട്ടുന്ന ഡേറ്റ റെലവൻ്റ് ആണ്, അതുപോലെ ഇൻറ്റഗ്രിറ്റി ഉള്ളതാണ് എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് ഡേറ്റ ഗ്യാദർ ചെയ്യാൻ അല്ലെങ്കിൽ അക്യൂർ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. മൂന്നാമത്തെ പ്രോസസ്സാണ് ഓർഗനൈസേഷൻ എന്നുള്ളത്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ക്ലാസിഫൈ ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക. ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ, ഇപ്പം മെറ്റാ ഡേറ്റ ആയിട്ടോ അല്ലെങ്കിൽ ടാഗുകളുടെ ആയിട്ടോ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലൗഡ് സ്റ്റോറേജിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡേറ്റ ബേസിസിലോ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റാറുണ്ട്. അടുത്തൊരു പ്രോസസ്സാണ് പ്രോസസ്സിംഗ് എന്നുള്ളത്. പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഡേറ്റ ക്ലീനിങ് വരുന്നുണ്ട്, അതുപോലെ അനാലിസിസ് വരുന്നുണ്ട്. ഡേറ്റ ക്ലീനിങ് എന്ന് പറയുമ്പോഴേക്കും ഡ്യൂപ്ലിക്കേറ്റ് ഡേറ്റ അല്ലെങ്കിൽ എറേഴ്സ് ഉള്ളതോ അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ആണെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഡേറ്റ ക്ലീൻഡ് ആയിട്ട് കിട്ടും. ദെൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോസസ് ആൻഡ് അനലൈസ് ഡേറ്റ. കാരണം നമുക്ക് മീനിങ് ഇൻസൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനലിറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് ഡേറ്റ അനാലിസിസ് നടത്താനായിട്ട് പറ്റും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, അതിൽ ആക്സസ് കൺട്രോൾ വരുന്നുണ്ട്. ഇപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് പറയുമ്പം ഇത് ആർക്കൊക്കെ നമുക്ക് കൊടുക്കാം, ഈ ഒരു ഡേറ്റ നമ്മൾ ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ നമുക്ക് ആ ഒരു ആക്സസ് ആർക്കൊക്കെ, അതായത് എഡിറ്റ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണോ, അല്ലെങ്കിൽ അത് ഇൻഫർമേഷൻ വ്യൂ ചെയ്യാൻ, അപ്പം അങ്ങനെയുള്ളൊരു പെർമിഷൻ നമ്മൾ കൊടുക്കുന്നതാണ് ആക്സസ് കൺട്രോളിൽ വരുന്നത്. പിന്നെ വരുന്നത് ഡിസമിനേഷനാണ്. ഡിസമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ വരുന്ന ഡേറ്റ നമുക്ക് എന്താണ് റിപ്പോർട്ടോ, ഡാഷ്ബോർഡ്സ്, ഇമെയിൽസ് അല്ലെങ്കിൽ കൊളാബറേഷൻ പ്ലാറ്റ്ഫോംസൊക്കെ വഴി ഡിസമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് യൂട്ടിലൈസേഷൻ എന്നുള്ളത്. യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ, ഈ ഒരു ഡേറ്റ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇൻഫോംഡ് ഡിസിഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഓർഗനൈസേഷണൽ പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്ഡേറ്റിംഗ് ഓഫ് ദിസ് ഡേറ്റ വരും, അതുപോലെ ആർക്കൈവിംഗ് ഓഫ് ദിസ് ഡേറ്റ വരും.
ദെൻ ലാസ്റ്റ് വണ്ണാണ് പ്രോസസ്സിലെ ലാസ്റ്റ് വണ്ണാണ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പം ഡിസ്പോസലിൽ റിട്ടൻഷൻ പോളിസീസ് ഉണ്ടാകും. റിട്ടൻഷൻ പോളിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ഹാവ് ടു ഫോളോ ലീഗൽ ആൻഡ് ഓർഗനൈസേഷണൽ പോളിസീസ് ഫോർ റിട്ടൈനിങ് ഇൻഫർമേഷൻ. ദെൻ അതിൻ്റെ സെക്യൂർ ആയിട്ടുള്ളൊരു ഡിസ്പോസൽ, അതായത് നമുക്ക് യാതൊരു രീതിയിലും ആവശ്യമില്ലാത്തൊരു ഡേറ്റ ആണ് എങ്കിൽ അതിന് ആ ഒരു സെക്യൂർ ഡിലീഷൻ വേണ്ടിയിട്ട് അത് നമുക്ക് എൻഷുർ ചെയ്യാനും ഈ ഒരു പ്രോസസ്സ് ത്രൂ കഴിയാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന പാർട്ടുകൾ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ടൂൾസ് ആണ്. അപ്പം ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ടൂൾസ്, ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പം ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഡേറ്റയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം വേരിയസ് ടൂൾസാണ് ഇവിടെ നമ്മളെ ആ ഒരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഡേറ്റ കളക്ഷൻ ടൂൾസ് എന്ന് പറയുമ്പോൾ അവിടെ ഗൂഗിൾ ഫോംസ്, സർവേ മങ്കി അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടൂൾസുകൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ ടൂൾസ് വരുന്നുണ്ട്. അപ്പം അതായത് ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിട്ടുള്ള ഷെയർ പോയിൻ്റ് അല്ലെങ്കിൽ ഡേറ്റാ ബേസസ് ആയിട്ടുള്ള MySQL ആൻഡ് MongoDB എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് സ്റ്റോറേജ് നടത്താനായിട്ട് പറ്റും. പിന്നെ ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് എക്സലും അതുപോലെ അത് അഡ്വാൻസ്ഡ് ടൂൾസ് ആയിട്ടുള്ള ടാബ്ലോ, പവർ BI ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡേറ്റ അനാലിസിസ് ഒക്കെ നടത്താനായിട്ടും അതുപോലെ അതിൻ്റെ ആ ഒരു പവർ BI ഒക്കെ വെച്ചിട്ട് അതിനെ ഷോക്കേസ് ചെയ്ത് കാണിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, ട്രെല്ലോ ആണെങ്കിൽ സ്ലാക്ക്, മൈക്രോസോഫ്റ്റ് ടീംസ് എന്നൊക്കെ പറയുമ്പം കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആണ്. പിന്നെ ആക്സസ് കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി ടൂൾസ് വരുന്നുണ്ട്. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു യൂസർ പെർമിഷനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ആക്സസ് കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി ടൂൾസ് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ICT ഇൻഫ്യൂസ്ഡ് ക്ലാസ് റൂം സ്ട്രക്ചർ എങ്ങനെയാകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോർമൽ ക്ലാസ് റൂം സെറ്റപ്പിനേക്കാൾ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് ICT ഇൻഫ്യൂസ്ഡ് ക്ലാസ് റൂംസിന് വേണ്ടിയിട്ട്. അപ്പം തീർച്ചയായിട്ടും ICT കൂടി വരുന്ന സമയത്ത് കുട്ടികളുടെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജീസ്, ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് ദ ക്ലാസ് റൂമാണ്. അപ്പം ഫിസിക്കൽ ലേ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ നോർമൽ ക്ലാസ്സിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്ലസ്റ്റേഴ്സ് ആൻഡ് പോഡ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഡെസ്കും അതുപോലെ ടേബിൾസും ഒക്കെ അങ്ങനെ ക്ലസ്റ്റേഴ്സായിട്ട് അറേഞ്ച് ചെയ്യുക. കാരണം അവിടെ ഗ്രൂപ്പ് വർക്ക്, കൊളാബറേറ്റീവ് ലേണിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഓരോ ക്ലസ്റ്റേഴ്സിലും നമുക്ക് എന്താണ് ആ ഒരു പവർ ഔട്ട്ലെറ്റുകളൊക്കെ വേണം. കാരണം ഇവിടെ ICT ഇൻഫ്യൂസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യേണ്ട ആവശ്യകതകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ ഔട്ട്ലെറ്റ്സ് ഓരോ സ്ഥലങ്ങളിലും വേണമെന്ന് പറയുന്നത്. പിന്നെ ഒരു സ്റ്റേഷൻ പോയിൻ്റ് എന്നുള്ള രീതിയിൽ സ്റ്റേഷൻസ് വേണം. ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് നമ്മുടെ ആ ഒരു ക്ലാസ് റൂമിൽ പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, അതായത് കമ്പ്യൂട്ടർ സ്റ്റേഷൻ, ഇപ്പം ICT അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് വരുമ്പം കമ്പ്യൂട്ടർ സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ റീഡിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് റീഡിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ പ്രോജക്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിയേഷൻ സ്റ്റേഷൻ, അങ്ങനെയുള്ള പല പല സ്റ്റേഷൻസ് ആയിട്ടായിരിക്കണം നമ്മുടെ ക്ലാസ് റൂമിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ക്ലിയർ ലൈൻ ഓഫ് സൈറ്റ്, അതായത് നമുക്കിപ്പം ആ ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾക്കെല്ലാം ഒരു ക്ലിയർ വ്യൂ ഓഫ് ദ ടീച്ചർ ആൻഡ് എനി പ്രസൻറ്റേഷൻ സ്ക്രീൻസ് ഓർ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്. അപ്പം എന്തായാലും ഒരു ICT ഇൻഫ്യൂസ്ഡ് ക്ലാസ് റൂം എന്ന് പറയുമ്പോഴത്തേക്കും പ്രസൻറ്റേഷൻ സ്ക്രീൻ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ഉണ്ടായിരിക്കും. അപ്പം അവിടെ ആ ഒരു ടീച്ചറിനും അതുപോലെ പ്രസൻറ്റേഷനും ഒക്കെ കാണാനുള്ള ഒരു ക്ലിയർ ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കണം എല്ലാ കുട്ടികൾക്കും അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ഫിസിക്കൽ ലേ ഔട്ടിലും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പം ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ടെക്നോളജി അക്സസിബിലിറ്റി ആണ്. അപ്പം ടെക്നോളജി അക്സസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോറേജ് ഉള്ള ഡിവൈസസ് ആയിരിക്കണം. അതായത് ഡിവൈസ് സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗനൈസ്ഡ് പ്ലേസസ് ഫോർ സ്റ്റോറിങ് ഡിവൈസസ്. ഇപ്പം ലാപ്ടോപ്പ് ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും അതുപോലെ ഹെഡ്ഫോൺസ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ ചാർജിങ് കാർഡ്സ് അല്ലെങ്കിൽ സ്റ്റേഷൻസ്, ഇപ്പം പവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചാർജിങ് കാർഡ്സ് അല്ലെങ്കിൽ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡ്സ് വേണം. പിന്നെ പെരിഫറൽ ആക്സസ്, അതായത് പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ് അങ്ങനെയുള്ള പെരിഫറൽ ആയിട്ടുള്ള ഡിവൈസസുമായിട്ടുള്ള ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഫിസിക്കൽ ലേ ഔട്ടിൽ വരുന്ന കാര്യങ്ങൾ.
ഇനി അടുത്തത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പോൾ ആ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു സ്ട്രോങ് ആൻഡ് റിലയബിൾ വൈഫൈ കണക്ഷൻ ഉണ്ട് എങ്കിലേ മൾട്ടിപ്പിൾ ഡിവൈസസിനെ സൈമൾട്ടേനിയസ്ലി അവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ലാഗോ അല്ലെങ്കിൽ ഡൗൺ ടൈം ഒക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഈ എല്ലാ കുട്ടികളുടെയും ഡിവൈസസൊക്കെ അവിടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ റോബസ്റ്റ് വൈഫൈ നെറ്റ്വർക്ക് അവിടെ ആവശ്യമാണ്. അതുപോലെ ഡിവൈസ് മാനേജ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിങ് യുവർ ഓൺ ഡിവൈസസ് പോളിസീസ് അവിടെ കൊണ്ടുവരാം. അതായത് കുട്ടികൾക്ക് എന്താണ് അവരുടേതായ ഡിവൈസസ് കൊണ്ടുവരിക. അപ്പം എൻഷുർ കോമ്പാറ്റിബിലിറ്റി വിത്ത് സ്കൂൾ സിസ്റ്റംസ്. അപ്പം സ്കൂളിൻ്റെ ഇപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ള സ്കൂളിൻ്റെ റൂളിനനുസരിച്ചിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് അവരുടെ ഡിവൈസ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ സ്കൂൾ ഇഷ്യൂഡ് ഡിവൈസസും അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് സ്കൂൾ ഇഷ്യൂഡ് ഡിവൈസസ് ഒക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ അപ്ഡേഷൻസ് ഒക്കെ ടൈംലി ചെയ്യുക എന്നുള്ള സെക്യൂരിറ്റി മെഷേഴ്സ്, സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു ഡിവൈസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. പിന്നെ വരുന്നതൊരു സെൻട്രലൈസ്ഡ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് ഏതെങ്കിലും LMS ലൈക്ക് ഗൂഗിൾ ക്ലാസ് റൂമോ അല്ലെങ്കിൽ ക്യാൻവാസ് അല്ലെങ്കിൽ മൂഡിലൊക്കെ വെച്ചിട്ട് അസൈൻമെൻറ്റ്സും അതുപോലെ റിസോഴ്സ് ഷെയറിങ്ങും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ സെൻട്രലൈസ്ഡ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. അപ്പം ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ ക്ലിയർ പ്രൊസീജിയേഴ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് വരുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് ടെക്നോളജി ഇൻ ദ ക്ലാസ് റൂം. അതായത് എന്തൊക്കെ ഡിവൈസസ് യൂസ് ചെയ്യാം, അതുപോലെ ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് വരുന്നുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് വരുമ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ക്ലിയർ പ്രൊസീജിയേഴ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് അവിടെ കൊടുക്കാം. അതുപോലെ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ്. അപ്പം അതായത് കുട്ടികളെ പഠിപ്പിക്കുക, ടീച്ച് സ്റ്റുഡൻസ് അബൌട്ട് റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ യൂസ് ഓഫ് ടെക്നോളജി. അതായത് ഓൺലൈൻ സേഫ്റ്റി, ഡിജിറ്റൽ എറ്റിക്യൂട്ട് അതൊക്കെ കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് കുട്ടികൾക്കൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ സ്ട്രക്ചേർഡ് ട്രാൻസിഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതായത് സ്മൂത്ത് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പം ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെ ഇടയ്ക്ക് ഡിസ്കഷൻ നടക്കാം, അതിൻ്റെ ഇടയ്ക്ക് ഡിജിറ്റൽ ആക്ടിവിറ്റി, അങ്ങനെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു റൊട്ടേഷൻ അതൊക്കെ നമ്മൾ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ഡിസ്റപ്ഷനൊക്കെ മാക്സിമം നമുക്കത് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ സ്റ്റുഡൻറ്റ് റോൾസ് എന്താണ്, സ്റ്റുഡൻസിൻ്റെ റോൾസ് എന്താണെന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ അതായത് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ്, അതുപോലെ ഡിജിറ്റൽ റിസോഴ്സ് മാനേജേഴ്സ് ആരൊക്കെയാണ്, ഗ്രൂപ്പ് ലീഡർ ആരാണ്, ഫോസ്റ്റർ റെസ്പോൺസിബിലിറ്റി ആൻഡ് കൊളാബറേറ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആണ് വരുന്നത്. അപ്പം ഇൻസ്ട്രക്ഷണൽ ഡിസൈനിൽ ICT യൂസ് ചെയ്ത് ഇപ്പം നമ്മൾ പറയുന്നത് ICT ഇൻഫ്യൂസ്ഡ് ക്ലാസ് റൂമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ആ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഫോർ ICTയിൽ ബ്ലെൻഡഡ് ലേണിംഗ് വരുന്നുണ്ട്. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആൻഡ് സ്റ്റേഷൻ റൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം കുട്ടികളുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മൾട്ടിമീഡിയ റിസോഴ്സസ്, ഇപ്പം വീഡിയോ ആണെങ്കിലും സിമുലേഷൻസ്, ഇൻട്രാക്റ്റീവ് വെബ്സൈറ്റ്സ് അങ്ങനെയുള്ള മൾട്ടിമീഡിയ റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ അസസ്മെൻറ്റ് അവിടെ പോസിബിൾ ആണ്. അപ്പം ഡിജിറ്റൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് ടൂൾസ് ഫോർ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, കാരണം ഇതൊക്കെ എഫക്റ്റീവായിട്ട് നടക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്കിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് ആണ് അവിടെ വരുന്നത്. സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ്ങിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് ഇപ്പം ടീച്ചേഴ്സിനാണെങ്കിലും ICT ടൂൾസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സ്ട്രാറ്റജീസും ഒക്കെ എന്താണ് ആ ഒരു റെഗുലറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട്, ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ അതിന് ക്വിക്ക് ആൻഡ് എഫിഷ്യൻ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്ത ഒരു കമ്പണൻ്റായിട്ട് വരുന്നത് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ അസസ്മെൻറ്റ് ടൂൾസ്, ഇപ്പം ഗൂഗിൾ ഫോംസ് ആണെങ്കിലും കഹൂത്ത് ആണെങ്കിലും ക്വിസ്ലെറ്റ് അങ്ങനെയുള്ള ഡിജിറ്റൽ ടൂൾസ്, അസസ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യാം. അതുപോലെ പോർട്ട്ഫോളിയോസ് യൂസ് ചെയ്തിട്ടും അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഡേറ്റ അനലിറ്റിക്സ് അവിടെ നടക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഐഡൻറ്റിഫൈ ഏരിയാസ് വെയർ ദേ നീഡ് അഡീഷണൽ സപ്പോർട്ട്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ അനലിറ്റിക്സ് അവിടെ നടത്താൻ പറ്റും.
പിന്നീട് വരുന്നത് സ്റ്റുഡൻറ്റ് കൊളാബറേഷനാണ്. സ്റ്റുഡൻറ്റ് കൊളാബറേഷന് വേണ്ടിയിട്ട് കൊളാബറേറ്റീവ് ടൂൾസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ ഡോക്സ് ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ടീംസ്, പാഡ്ലി ഫോർ അങ്ങനെയുള്ള ഗ്രൂപ്പ് പ്രോജക്റ്റിന് ആൻഡ് പിയർ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടുള്ള കൊളാബറേറ്റീവ് ടൂൾസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെർച്വൽ ക്ലാസ് റൂംസ് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. വെർച്വൽ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഇപ്പം സൂം മീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ഒക്കെ ആയിട്ടുള്ള റിമോട്ട് കൊളാബറേഷന് വേണ്ടിയിട്ടും ഡിസ്കഷൻസിന് വേണ്ടിയിട്ടും പ്രസൻറ്റേഷൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻറ്റ് കൊളാബറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ടൂൾസ് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളൊരു ICT ഇൻഫ്യൂസ്ഡ് ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു ക്ലാസ് റൂം ഓർഗനൈസേഷൻ ഫോർ ICT ഇൻഫ്യൂസ്ഡ് ലെസൺ എന്ന് പറയുമ്പം ഫിസിക്കൽ ലേ ഔട്ട് എങ്ങനെ ആയിരിക്കണം, ഫിസിക്കൽ ലേ ഔട്ടിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ക്ലസ്റ്റേഴ്സ് ആൻഡ് പോഡ്സ്, സ്റ്റേഷൻസ്, ക്ലിയർ ലൈൻ ഓഫ് സൈറ്റ് ഒക്കെ എൻഷുർ ചെയ്യണം. പിന്നെ ടെക്നോളജി ആക്സസിബിലിറ്റി എന്ന് പറയുമ്പം ഡിവൈസസിൻ്റെ സ്റ്റോറേജ്, അതായത് കുട്ടികളുടെ ഡിവൈസസ് ആണെങ്കിൽ അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസസ്, പിന്നെ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്, പെരിഫറൽ ആക്സസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് റോബസ്റ്റ് ആയിട്ടുള്ളൊരു വൈഫൈ നെറ്റ്വർക്ക് വേണം. അതുപോലെ ഡിവൈസ് മാനേജ്മെൻറ്റ് പോളിസീസ് വേണം. പിന്നെ സെൻട്രലൈസ്ഡ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ വേണം. അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. അപ്പോൾ അവിടെ ക്ലിയർ പ്രൊസീജിയേഴ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്, കുട്ടികളായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക. സ്ട്രക്ചേർഡ് ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കണം. സ്റ്റുഡൻസിൻ്റെ ഓരോരോ റോൾസ് അവിടെ അസൈൻ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളും. അടുത്തത് ഇൻസ്ട്രക്ഷണൽ ഡിസൈനാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈനിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലേണിംഗ്, ഇപ്പം ബ്ലെൻഡർ ലേണിംഗ് മോഡൽസ് അവിടെ വരുന്നുണ്ട്. ഇൻട്രാക്റ്റീവ് ആൻഡ് എൻഗേജിങ് കണ്ടൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ടീച്ചേഴ്സിന് കൊടുക്കാം. ടെക്നിക്കൽ സപ്പോർട്ട് അവിടെ എൻഷുർ ചെയ്യാം. പിന്നീട് വരുന്നത് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് ആണ്. അതിൽ ഡിജിറ്റൽ അസസ്മെൻറ്റ് ടൂൾസ് വയ്ക്കാം. അതുപോലെ ഡേറ്റ അനലിറ്റിക്സ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് കൊളാബറേഷന് വേണ്ടിയിട്ട് കൊളാബറേറ്റീവ് ടൂൾസും ഒക്കെ, അത് കൊളാബറേറ്റീവ് ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും വെർച്വൽ ക്ലാസ് റൂംസൊക്കെ അവിടെ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ICT ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇപ്പം ICT എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിലും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിലും എങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നു എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് പറഞ്ഞു. അപ്പം അഡ്മിഷൻ ആണെങ്കിൽ റെക്കോർഡ് കീപ്പിംഗ്, റിസോഴ്സ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ. എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് അഡ്മിഷൻ, റെക്കോർഡ് കീപ്പിംഗ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, ICT എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സപ്പോർട്ടിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഇൻ എഫിഷ്യൻറ്റ് മാനർ. അപ്പം നമ്മൾ യൂഷ്വലി ഉള്ള കാര്യങ്ങളിൽ നിന്നും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ICT യൂസ് ചെയ്താൽ നമ്മുടെ പല മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ICT ക്യാൻ ബി യൂസ്ഡ് ഫോർ 3 മേജർ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. ഇപ്പം ഇതിൽ മെയിനായിട്ട് ലേണർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അവരുടെ അഡ്മിഷനുമായിട്ട് രജിസ്ട്രേഷൻ ഓർ എൻറോൾമെൻറ്റ്, ദെൻ ടൈം ടേബിൾ ഓർ ക്ലാസ് ഷെഡ്യൂൾ, അതൊക്കെ എന്താണ് ഇലക്ട്രോണിക് ഫോമിൽ ചെയ്യാൻ പറ്റും. അറ്റൻഡൻസ് ഓഫ് സ്റ്റുഡൻസ്, റിപ്പോർട്ട് കാർഡ്, ഹോസ്റ്റൽ ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ICT യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നീട് വരുന്നത് ടീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടീച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ടീച്ചേഴ്സിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ അവരുടെ സർവീസ് റൂൾസ്, CBSEയുടെ NCERTയുടെ ഒക്കെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്കൂൾ ഫങ്ഷനിങ് വരുന്നുണ്ട്. ഇപ്പം സ്കൂൾ ഫങ്ഷനിങ് വരുമ്പോഴത്തേക്കും ഒരു ഡെയിലുള്ള വർക്ക് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ്, അറ്റൻഡൻസ് ആൻഡ് ലീവ് മാനേജ്മെൻറ്റ്, അതുപോലെ ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ, ദെൻ ഇമെയിൽസ് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ ഈ സർക്കുലേഴ്സ്, ഇപ്പോൾ ഒഫീഷ്യൽ മാറ്റേഴ്സിന് ഇതൊക്കെ നമുക്ക് ഈ സർക്കുലർ വഴി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഷെഡ്യൂളിംഗ് ഓർ അലോക്കേറ്റിംഗ് ഓഫ് ഹോൾസ് ഫോർ എക്സാമിനേഷൻ, ദെൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആൻഡ് ഡിസ്പ്ലേ ഓഫ് റിസൾട്ട്സ് ഓഫ് സ്റ്റുഡൻസ്, ഓൺലൈൻ ഫീ പേയ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ ഫങ്ഷനിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇപ്പം ലേണർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടിയുടെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, ടീച്ചേഴ്സിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂളിൻ്റെ റെഗുലർ ഫങ്ഷനിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കെന്താണ് ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ ഓരോ കാര്യങ്ങളും നമുക്കെന്താണ് ICT യൂസ് ചെയ്ത് സിമ്പിളായിട്ടുള്ളൊരു വേയിൽ നമുക്ക് ചെയ്യാനായിട്ടും പറ്റാറുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഷെഡ്യൂളിംഗ് ആണ് പറഞ്ഞത്. ഇപ്പം ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം റെഗുലറായിട്ടുള്ള ക്ലാസ് റൂം ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ ഇഫക്റ്റീവ് ഷെഡ്യൂൾ ആണ് എങ്കിൽ ദറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ഓർഗനൈസിങ് സ്കോളാസ്റ്റിക് ആൻഡ് കോസ്കോളാസ്റ്റിക് ആക്ടിവിറ്റീസ്. ഇപ്പം ഗൂഗിൾ കലണ്ടർ, അതുപോലെ
ഫെറ്റ് ടൈം ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ഡേയിലും ഓരോ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഗൂഗിൾ കലണ്ടർ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ മാനേജിങ് സ്കൂൾ കലണ്ടേഴ്സ് ആണ്. യൂഷ്വലി നമുക്ക് സ്കൂൾ കലണ്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഓൺലൈൻ മാനേജ്മെൻ്റ് ആണ് ആ ഒരു ഗൂഗിൾ കലണ്ടർ നമ്മൾ മാർക്ക് ചെയ്യുന്നത് വഴി കിട്ടുന്നത്. അതുപോലെ ഫെറ്റ് സിമുലേഷൻ എന്ന് പറയുമ്പോൾ ഫെറ്റ് ടൈം ടേബിൾ ആണെങ്കിലും ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഫോർ ഓട്ടോമാറ്റിക് ഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സ്കൂളിലുള്ള ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക് ഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ട് FET സോഫ്റ്റ്വെയർ ഫ്രീ സോഫ്റ്റ്വെയർ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ കലണ്ടേഴ്സ് സ്റ്റുഡൻസിനും പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും, അതുപോലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ വരുമ്പോൾ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിമൈൻഡേഴ്സ് കൊടുക്കാനും, അപ്പം ഇമെയിൽ വഴിയൊക്കെ റിമൈൻഡേഴ്സ് കൊടുക്കാനും ഒക്കെ, അതുപോലെ ഇത്തരത്തിലുള്ള ഷെഡ്യൂളൊക്കെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു സ്കൂളിൻ്റെ ഫങ്ഷനിങ് അത് പ്രോപ്പറായിട്ട് നടക്കും, ടൈം സേവിങ് നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫെറ്റ് ടൈം ടേബിൾ വരുന്നുണ്ട്, ഷെയറിംഗ് ഷെഡ്യൂൾസ് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു സ്കൂളാകുമ്പോൾ ഒരുപാട് റെക്കോർഡുകൾ വരുന്നുണ്ട്. അപ്പം ആ റെക്കോർഡുകളൊക്കെ നമുക്ക് എന്താണ് ICT യൂസ് ചെയ്തിട്ട് കീപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും അക്കാഡമിക് ആയിട്ടുള്ളതും കരിക്കുലർ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്കൂൾ റെക്കോർഡ്സുകൾ വരുന്നുണ്ട്. അപ്പം ICT ടൂൾസ് എന്ന് പറഞ്ഞാൽ ദേ ഷിഫ്റ്റഡ് റെക്കോർഡ് കീപ്പിംഗ് ടു ഡിജിറ്റൽ ഫോംസ്, അതായത് CD ആയിട്ടോ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജോ ഇമെയിലൊക്കെ ആയിട്ട് ഇത്തരം റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതുപോലെ ഫ്യൂച്ചർ ആക്ഷൻസിന് വേണ്ടിയിട്ടും ഇത്തരം റെക്കോർഡ്സൊക്കെ ICT എനേബിൾഡ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് ഹെൽപ്ഫുള്ളാണ്. ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്മിഷൻ രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം അഡ്മിഷൻ രജിസ്റ്റേഴ്സ് നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് പോകുന്ന രീതിയിൽ പേപ്പർ യൂസ് ചെയ്യാണ്ട് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. റിപ്പോർട്ട് കാർഡുകളാണെങ്കിലും ദെൻ റിപ്പോർട്ട് കാർഡ് ക്യുമുലേറ്റീവ് റെക്കോർഡൊക്കെ ആണെങ്കിലും, അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ചെയ്യുമ്പോഴത്തെ ഒരുപാട് പേപ്പർ, ഒരുപാട് ടൈം കൺസംഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ICT യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതൊക്കെ വരുമ്പോഴത്തും മിനിമൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റാറുണ്ട്. ഇപ്പം എക്സലിലൊക്കെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യണമെങ്കിലും ഒക്കെ അറ്റൻഡൻസ് ഒക്കെ നമ്മളങ്ങനെ MS എക്സലിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പം റിപ്പോർട്ട് കാർഡ്സ് ആണെങ്കിലും റിപ്പോർട്ട് കാർഡ്സൊക്കെ എക്സലിലാണെങ്കിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും പേരൻസുമായിട്ട് ഇമെയിൽ ത്രൂ ഒക്കെ അല്ലെങ്കിൽ SMS വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ആണെങ്കിലും TC ട്രാൻസ്ഫർ ആൻഡ് ലീവിങ് സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സിൻ്റെ വർക്ക് ബുക്സ് ആണെങ്കിലും അതൊക്കെ എന്താണ് ഓരോ അക്കാഡമിക് ഇയറിലും ഓരോ സബ്ജക്റ്റും അല്ലേ ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ തന്നെ റെക്കോർഡ് കീപ്പിംഗ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ലോഗ് ബുക്ക്, ഇപ്പോൾ ലോഗ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പേപ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അത്രയും ഒരു എന്താണ് ഫയലോ ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം ഈ ലോഗ് ബുക്കൊക്കെ. പിന്നെ ലെസൺ പ്ലാനിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാഷ് രജിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും MS എക്സലിലൊക്കെ ആണെങ്കിൽ അത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു വേയിൽ ചെയ്തു പോകാൻ പറ്റുന്നതാണ്. അതുപോലെ ലൈബ്രറി റെക്കോർഡ്സുകളാണെങ്കിലും സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഇപ്പം ലബോറട്ടറിയിലുള്ള സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ രീതിയിൽ ICT യൂസ് ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമുള്ള കാര്യങ്ങളാണ്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ മാനേജ്മെൻ്റ് ആണ്. അപ്പം സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻറ്റ്സ് പേഴ്സണാലിറ്റി ഫോർ വേരിയസ് റീസൺസ്. അപ്പം അതൊക്കെ എന്താണ് കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ സ്കൂൾസ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴേ എന്താണ് ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് ഡിഫറെൻറ്റ് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസും അതുപോലെ ആക്ടിവിറ്റീസ് എയിമിങ് അറ്റ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പേഴ്സണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻഫർമേഷനാണ് നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റൽ ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതായത് ദ പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് കോസ്കോളാസ്റ്റിക് ഏരിയാസ്. അപ്പോൾ അതൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ അതുപോലെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ അസസ്മെൻറ്റ് ഇൻഫർമേഷൻ ആണെങ്കിലും കുട്ടികളുടെ എന്താണ് എൻഡ് ഓഫ് ദ കോഴ്സിൽ അവരുടെ ഒരു അസസ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നോളജ് അവരുടെ സ്കിൽസ് അതുപോലെ കോമ്പിറ്റൻസീസ് ഒക്കെ അതൊക്കെ നമ്മൾ മെഷർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഷോക്കേസ് ഇൻഫർമേഷൻ ആണെങ്കിലും ഇപ്പം കുട്ടികളുടെ അച്ചീവ്മെൻ്റ് ആണെങ്കിലും എക്സംപ്ലറി വർക്ക്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഷോക്കേസ് സ്കോളാസ്റ്റിക് ആൻഡ് കോസ്കോളാസ്റ്റിക്കിൽ അതൊക്കെ എന്താണ് ഷോക്കേസ് ഇൻഫർമേഷൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പം ഇത്തരം
ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽപ്ഫുൾ ഫോർ സ്റ്റുഡൻസ് ടു ഗെറ്റ് അഡ്വാൻറ്റേജ് ഇൻ ഫ്യൂച്ചർ കോഴ്സസ് ആൻഡ് സംടൈംസ് ഇൻ ജോബ് പെർസ്പെക്റ്റീവ്സ് ടു. അപ്പം ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പം അത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ ഇൻഫർമേഷൻ ആണെങ്കിലും അസസ്മെൻറ്റ് ഇൻഫർമേഷൻ ആണെങ്കിലും അതുപോലെ ഷോക്കേസ് ഇൻഫർമേഷൻ ആണെങ്കിലും ഇതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതകൾ വളരെ വലുതാണ്. അപ്പം അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഈ ഒരു ICT ഹെൽപ്പോട് കൂടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് ഇലക്ട്രോണിക് ഗ്രേഡ് ബുക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം കുട്ടികളുടെ ലെസൺസ്, അസൈൻമെൻറ്റ്സ്, പ്രോഗ്രസ് ആൻഡ് ഗ്രേഡ്സിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഗ്രേഡ് ബുക്ക്, അപ്പം അത് ടീച്ചേഴ്സിൻ്റെ ഒരു ഓൺലൈൻ റെക്കോർഡാണ്. അപ്പം അതിൽ ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എന്താണ് സേവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ടാമോ, അതുപോലെ ഗ്രേഡ് അലൈസർ ആൻഡ് ക്യുക്ക് സ്കൂൾസ് എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും റിപ്പോർട്ട് കാർഡ്സിലേക്ക്. അതുപോലെ ടീച്ചേഴ്സ് ക്യാൻ ഡിജിറ്റലി റെക്കോർഡ് ആൻഡ് അനലൈസ് ഗ്രേഡ്സ്, സോർട്ട് ഡേറ്റ ആൻഡ് ഷെയർ ഗ്രേഡ് ബുക്സ് വിത്ത് പേരൻസ്. അപ്പം പേരൻസിന് മെയിൽ വഴിയോ അല്ലെങ്കിൽ സ്കൂൾ വെബ്സൈറ്റ് വഴിയോ ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പറ്റും. ഈ ഒരു ഗ്രേഡ് ബുക്കിൻ്റെയൊക്കെ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെയും അതുപോലെ ക്വിക്ക് ഇൻഫർമേഷൻ റിട്രീവൽ ആൻഡ് കമ്പാരറ്റീവ് അനാലിസിസൊക്കെ അവിടെ പോസിബിളാണ്. അപ്പം ഈസി അപ്ഡേറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്, ഡിജിറ്റൽ അനാലിസിസ് നടക്കുന്നുണ്ട്, അതുപോലെ പേരൻറ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഇഫക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നീട് ഈ പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റിയുമായിട്ട് എങ്ങനെ കണക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം സ്കൂൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ് ആണെങ്കിലും സ്കൂളിൻ്റെ പോളിസീസ് ആണെങ്കിലും ഷെഡ്യൂൾസ് ആണെങ്കിലും കുട്ടികളുടെ അച്ചീവ്മെൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇത്തരം ഇൻഫർമേഷൻ നമുക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ICT യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം ഇമെയിൽ ത്രൂ ആണെങ്കിലും അതുപോലെ വെബ്സൈറ്റുകൾ വഴിയാണെങ്കിലും സോഷ്യൽ നെറ്റ്വർക്ക്സ് വഴിയാണെങ്കിലും നമുക്ക് എന്താണ് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇത്ര ഇൻഫർമേഷനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. അപ്പം ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രൂപ്പ് മെയിൽസ്, ഇപ്പം ഒരു ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ആ സ്കൂളിലുള്ള എല്ലാ പേരൻസിനും ഒരുമിച്ച് നമുക്ക് എന്താണ് അപ്ഡേറ്റ്സ് അറിയിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം മാത്രമാണെങ്കിൽ ഇൻഡിവിജ്വൽ മെയിൽസ് ത്രൂ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഇപ്പം പേരൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ പേരൻറ്റുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് സ്കൂൾ വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം സ്കൂൾ വെബ്സൈറ്റ്സ് ആണ് എങ്കിലും അവിടെ എന്താണ് ഇൻഫർമേഷൻ, അതായത് സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഇൻഫർമേഷനൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ് സ്കൂൾ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിലും ഫാക്കൾട്ടി ഡീറ്റെയിൽസ് ആണെങ്കിലും കോഴ്സ് അവൈലബിലിറ്റി, ഏതൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്, അതുപോലെ അവരുടെ അഡ്മിഷൻ പോളിസീസ് എന്താണ്, ഫീസ് സ്ട്രക്ചർ എന്താണ്, ഒരു അക്കാഡമിക് ഇയറിലുള്ള സ്കൂൾ കലണ്ടർ എന്താണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ഒരു ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും പ്രിൻസിപ്പൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്കൂൾ വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്കൂൾ വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്രിഹെൻസീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സാണ് സ്കൂൾ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് സോഷ്യൽ നെറ്റ്വർക്ക്സ് വരുന്നുണ്ട്. അപ്പം സോഷ്യൽ നെറ്റ്വർക്ക്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പേരൻസുമായിട്ടും കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതിൽ ആ ഓരോ സ്കൂളിൻ്റേതായിട്ടുള്ള പേജുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ സ്കൂൾസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടികളുടെ അച്ചീവ്മെൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അലുമിനിയുമായിട്ടുള്ള ആ ഒരു എൻഗേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനൊക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സുകൾ വഴി നടക്കാറുണ്ട്. പിന്നീട് അടുത്തൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നത് വഴി. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താണ് ഫയൽ ഷെയറിംഗ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും കൊളാബറേഷൻ ആണെങ്കിലും ഒക്കെ അവിടെ പോസിബിളാണ്. ലാർജ് നമ്പർ ഓഫ് ആൾക്കാരുമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. പിന്നെ വരുന്നത് SMS ആൻഡ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് വഴി നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കളക്റ്റീവ് മെസ്സേജസ് ആയിട്ടോ അല്ലെങ്കിൽ പേരൻറ്റ് ഗ്രൂപ്പ്സിലേക്ക് മാത്രമായിട്ടുള്ള മെസ്സേജസ് ആയിട്ടോ ക്വിക്ക് അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് വഴിയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന മീഡിയ ഷെയറിംഗ് ആൻഡ് ഓൺലൈൻ സർവേകൾ വഴി. ഇപ്പം മീഡിയ ഷെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും യൂട്യൂബിൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആക്ടിവിറ്റീസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് വഴി ആൾക്കാർക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫ്ലിക്കറിലൊക്കെ എന്താണ് ഇമേജസ് അപ്ലോഡ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്ലൈഡ് ഷെയറിംഗ് ആയിട്ട് പേരൻസിന് അയച്ചു കൊടുക്കുന്നത് വഴിയും ഒക്കെ എന്താണ് ആ ഒരു
മീഡിയ ഷെയറിങ് അവിടെ പോസിബിളാണ്. അതുപോലെ ഓൺലൈൻ സർവേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പേരൻസിൻ്റെ ഫീഡ്ബാക്ക്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയൊക്കെ അങ്ങനെ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ സർവേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.